ചങ്ങായിമാരെ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ KSRTC ബസ്സിലുണ്ടായ പെൺകുട്ടി ഉണ്ടാക്കിയ ഇഷ്യൂ ഇപ്പം ന്യായീകരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി പറയുന്നത് അയാളുടെ ഭാഗത്ത് തെറ്റ് തന്നെയുണ്ട്, ആ ഇരുന്ന ആളുടെ ഭാഗത്ത് തെറ്റ് തന്നെ ഉണ്ടായിന്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിടിച്ചത്. പക്ഷേ ആ വീഡിയോയിൽ ഒറ്റപ്പൊടി എന്നാണ് പറയേണ്ടത്, അദ്ദേഹം ഒന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കൈ മുകളിലോട്ടും താഴോട്ടും ആ പെൺകുട്ടിയാണ് ആക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി തെളിവാക്കിയ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി തന്നെയാണ് കൈയെടുത്തിട്ട് മുകളിലേക്കും താഴേക്കും ആക്കുന്നത്. അയാൾ ഒറ്റപ്പൊടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ആ പുള്ളിയുടെ വീഡിയോ അടക്കം എന്നാ പറയേണ്ട മുഖമടക്കം അതിൻ്റെ അകത്ത് പതിഞ്ഞിട്ടുണ്ട്. പിന്നെയൊക്കെ ബ്ലറാക്കിയിട്ടൊന്നും കാര്യമില്ല. ഒരിക്കൽ കണ്ട വീഡിയോ തന്നെ പിന്നെ എന്നാ പറയേണ്ട ഒരിക്കൽ അപ്ലോഡ് ചെയ്താൽ തന്നെ അത് ഒരുപാട് പേരുടെ കയ്യിലൊക്കെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ന്യായീകരണമായിട്ട് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാഗത്ത് ആ കുട്ടി ശരിയായിട്ട് തന്നെ കാണുന്നു. എന്നാ പറയണ്ടേ, പിന്നെ യാത്രക്കാരനെ കൊണ്ടുള്ള ശല്യം കൊണ്ടാണ് വീഡിയോ പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഇതെന്ന് വെച്ചാൽ ഇവരെന്ത് തെറി വിളിച്ചാലും പിന്നെ റീൽസിൽ തെറി വിളിച്ചാലും വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവരെ പരാമർശിച്ചാലും ഒന്നും ഇവരുടെ പേരിൽ ഒരു കേസും വരില്ല. നേരെ മറിച്ച് നമ്മളെപ്പോലുള്ളവർ അവരെയൊക്കെ തെറിയും വിളിച്ച് അവരുടെ പേരിൽ വീഡിയോ ഒക്കെ ഇട്ടാൽ നാളെ നമ്മൾ തൂങ്ങുന്നതല്ല, നമ്മളെ വീഡിയോ അവിടെ കയ്യിൽ നിന്ന് റിമൂവ് ആവും. പക്ഷേ ഇവരുടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ന്യായീകരണമൊക്കെ ആയിട്ട് വന്നാൽ തന്നെ ഇവരുടെ ഭാഗത്ത് ശരിയാവുന്ന ഒരവസ്ഥയാണ്, ശരി ഇവരുടെ ഭാഗത്താണെന്നുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ഈ പിന്നെ ആണുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ചേട്ടന്മാർ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്, പുരുഷ കമ്മീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എന്ന് വെച്ചാൽ ആ ചേട്ടന്മാരോട് പറയേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും അവരെ തെറി വിളിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ജാമ്യമുള്ള കുറ്റവും കാര്യങ്ങളൊക്കെ വരും. കാരണം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് നേരെയുള്ള പിന്നെ ഭയങ്കരമായിട്ടുള്ള എതിരെ സംസാരിച്ചാലും എന്ത് ചെയ്താലും ഭയങ്കരമായിട്ടുള്ള കുറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ മുന്നേ ഉള്ള ഒരു കാര്യം, മുന്നേ നടന്ന ഓരോ സംഭവങ്ങൾ വെച്ച് പറയുന്ന അപ്പോൾ ആ ചേട്ടന്മാരൊക്കെ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അവരെ തെറിയൊക്കെ വിളിക്കാതെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് പറയാം, പക്ഷേ എന്ന് വെച്ചാൽ മോശം രീതിക്ക് ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കണം. നമുക്ക് പ്രതികരിക്കാം, ദേഷ്യം വന്നിട്ട് പ്രതികരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ നാക്ക് നമ്മളെ ശത്രുവാകുന്ന ഒരു കാലം വരും. അതെന്ന് വെച്ചാൽ നമ്മൾ കുടുങ്ങാൻ കാരണം നമ്മളെ നാക്ക് തന്നെ. നമ്മളെ സംസാരത്തിൽ മിതത്വം പാലിച്ചിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെ ഉള്ള ഒരു കാര്യമാണ്. വെറുതെ ഒരു സാധു ആയിട്ടുള്ള ഒരാളെ വീഡിയോ വെച്ചിട്ട് അയാൾ തൊട്ടെന്നും പറഞ്ഞിട്ട് മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം, അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ. കാരണം നമ്മൾ കുടുങ്ങുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല നമ്മുടെ സംസാരത്തിൽ.